കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന നിയന്ത്രണം എന്തൊക്കെയെന്ന് ഇന്നറിയാം. വൈകിട്ട് ചേരുന്ന കോവിഡ് അവലോകന യോഗം നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുക്കും. സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകില്ലെങ്കിലും ആൾക്കൂട്ടം ഒഴിവാക്കാനുള്ള കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. സംസ്ഥാനത്തും കോവിഡ് മൂന്നാം തരംഗമാണെന്ന് സർക്കാർ തന്നെ അംഗീകരിച്ചു. അടുത്ത 3 ആഴ്ച ഏറെ നിർണായകവുമാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ആദ്യ 2 തരംഗങ്ങളിലും ഇല്ലാത്ത രീതിയിൽ ഉയർന്നു. പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 30,000 പിന്നിട്ടു. ഇതെല്ലാം കർശന നിയന്ത്രണങ്ങൾ അനിവാര്യമാക്കുന്നു. ഇന്ന് വൈകുന്നേരം ചേരുന്ന കോവിഡ് അവലോകന യോഗത്തിൽ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് അന്തിമ തീരുമാനമെടുക്കാനാണ് സർക്കാർ തലത്തിലെ ധാരണ. സമ്പൂർണ്ണ അടച്ചിടൽ ഉണ്ടാകില്ല. സാമൂഹ്യ അകലം ഉറപ്പാക്കുന്നതിനുള്ള കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. വ്യാപാര സ്ഥാപനങ്ങളിൽ ആൾക്കൂട്ടം ഒഴിവാക്കാൻ കൂടുതൽ നടപടികൾ വരും. സ്വകാര്യ ചടങ്ങുകളിലടക്കം കോവിഡ് പ്രോട്ടോകോൾ ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകും. സെക്രട്ടേറിയറ്റിലടക്കം കോവിഡ് വ്യാപിച്ചതോടെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തിലും പുതിയ ക്രമീകരണം ഏർപ്പെടുത്തും. 50% പേർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കണമെന്നതാണ് സർവീസ് സംഘടനകളുടെ ആവശ്യം. കോളേജുകൾ അടയ്ക്കണമോ എന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടാകും. വാരാന്ത്യ ലോക്ക്ഡൌൺ എന്ന നിർദ്ദേശം പരിഗണനയിലുണ്ടെങ്കിലും ഇത് ഫലം ചെയ്യില്ലെന്ന വിലയിരുത്തലാണ് ശക്തം. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കൊല്ലം ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ. ജിമ്മുകളും നീന്തൽക്കുളങ്ങളും ഫെബ്രുവരി 15 വരെ അടയ്ക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. ബാങ്കുകളിൽ 2 ആഴ്ചത്തേക്ക് ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തണം. മരണാനന്തര ചടങ്ങുകളും കല്യാണവും കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്ലസ്റ്റർ രൂപം കൊണ്ടാൽ 15 ദിവസത്തേക്ക് അടച്ചിടണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് മൂന്നാം തരംഗം ആഞ്ഞടിക്കുകയാണ്. എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ അതിരൂക്ഷമാണ് സാഹചര്യം. ഈ ജില്ലകളിൽ 40% മുകളിലാണ് TPR. ലിനിഷ മങ്ങാട് തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട് ഇന്നലെ 3386 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാകും കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുകയാണ്. ഇന്നലെ 2900 മുകളിലായിരുന്നു, ഇന്നത് 3000-ലേക്കായി. TPR നോക്കുമ്പോഴും അത് 40.53% മാറിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ എല്ലാ സംവിധാനങ്ങളും നിയന്ത്രിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ആളുകൾ രാവിലെ പതിവ് പോലെ എത്തുന്നുണ്ട്, ആൾക്കൂട്ടം ഉണ്ടാകുന്നുണ്ട്. ആശുപത്രികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ആശുപത്രികളിൽ, അതായത് സർക്കാർ ആശുപത്രികളിൽ 53% ബെഡുകളും കോവിഡ് രോഗികളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിലേക്ക് വരികയാണെങ്കിൽ അത് 26% ഉള്ളത്. ജില്ലയിൽ 15 ക്ലസ്റ്ററുകളാണ് ഇതുവരെ രൂപപ്പെട്ടിട്ടുള്ളത്. രോഗം തീരെ നിയന്ത്രണ വിധേയമല്ലാത്ത 5 ക്ലസ്റ്ററുകളിൽ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ആളുകൾ തീർച്ചയായും ആളുകൾ കൂട്ടം കൂടുന്നത് തീർച്ചയായും ഒഴിവാക്കണമെന്നൊരു ഉത്തരവ് ജില്ലാ ഭരണകൂടം ഇറക്കിയിട്ടുണ്ടെങ്കിലും ആളുകൾ രാവിലെ എത്തുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്. കോളേജുകളിലായാലും സ്കൂളുകളിലായാലും പോകുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, സ്കൂളുകളിൽ 15 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇന്നാണ് കോഴിക്കോട് ജില്ലയിൽ വാക്സിൻ നൽകി തുടങ്ങുന്നത്. അത് രാവിലെ 10 മണിക്കാണ് അതിന് തുടക്കമാവുക. അത് തന്നെ വലിയൊരു പ്രതീക്ഷയാണ് ജില്ലയ്ക്ക്. ഇത്രയും അധികം കുട്ടികൾക്ക് വാക്സിനേറ്റഡ് ആവുന്നതോടുകൂടി രോഗവ്യാപനം നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഇന്നുണ്ട്. ലിനിഷ തയ്യാറാക്കിയ റിപ്പോർട്ടായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കാനുള്ള റവന്യൂ വകുപ്പ് തീരുമാനത്തിൽ പോരുമുറുകുന്നു. ഉത്തരവ് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി MM മണി രംഗത്തെത്തി. CPMന്റെ പാർട്ടി ഓഫീസുകൾ തൊടാൻ ആരെയും അനുവദിക്കില്ല. രവീന്ദ്രൻ മുട്ടിൽ വെച്ചെഴുതി നൽകിയതല്ല പട്ടയം. നിയമപരമായി രവീന്ദ്രൻ പട്ടയം നൽകിയത് ഇടത് സർക്കാർ തന്നെയാണെന്നും MM മണി പറയും. അത് ദേവുളം താലൂക്കിലാണ് ഈ പട്ടയം. ആ പട്ടയം റദ്ദാക്കാൻ തീരുമാനിച്ചതിൻ്റെ നിയമവശം എന്താണെന്നൊക്കെ പരിശോധിക്കാതെ പറയാൻ പറ്റില്ല. ഏതായാലും ഇത് ചുമ്മാതെ രവീന്ദ്രനെ ഇവിടെ നിന്ന് മുട്ട വെച്ചെഴുതി കൊടുത്തൊന്നുമല്ല. അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, നായനാരുടെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിലെ റവന്യൂ മന്ത്രിയായിരുന്ന ഇസ്മയിൽ പങ്കെടുത്ത് പട്ടയം നേരം നടത്തി അവർ വെച്ചുകൊടുത്ത പട്ടയം. ആ പട്ടയം അഡീഷണൽ തഹസിൽദാർ രവീന്ദ്രനെ അന്ന് കളക്ടർ റവന്യൂ ഉദ്യോഗസ്ഥ മേലധികാരികൾ ചുമതലപ്പെടുത്തിയതനുസരിച്ച് AK മണി MLA അധ്യക്ഷനായുള്ള ഭൂഖണ്ഡ കമ്മിറ്റി പാസ്സാക്കിയതനുസരിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും വിവരമൊക്കെ എനിക്കറിയാം. അത് താലൂക്കിലാകെയാണ്. ഡെപ്യൂട്ടി തഹസിൽദാർക്ക് അധികാരമുണ്ടോ ഇല്ലോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അങ്ങനെയോട് ഞാൻ ചോദിച്ചു, അങ്ങനെ അത് ചുമതലപ്പെടുത്തുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്.
നടപടി ചോദ്യം ചെയ്ത് ദേവികുളം മുൻ അഡീഷണൽ തഹസിൽദാർ MI രവീന്ദ്രനും രംഗത്തെത്തി. നടപടി ക്രമവിരുദ്ധമാണ്, നിയമപരമായാണ് പട്ടയങ്ങൾ അനുവദിച്ചത്. നടപടിക്ക് പിന്നിൽ CPIയുടെ ദുഷ്ടലാക്കാണെന്നും CPM-ഉം MM മണിയുമാണ് CPIയുടെ ലക്ഷ്യമെന്നും രവീന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. തീർച്ചയായും അത് ക്രമവിരുദ്ധമായിട്ടാണ് ആ പട്ടയങ്ങൾ റദ്ദ് ചെയ്തത്. അതൊന്ന്. രണ്ട്, ഇത്രയും ജനകീയ പ്രശ്നം, പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാറിൽ ഭൂമി പ്രശ്നത്തിൽ നടക്കുമ്പോൾ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഇല്ലാത്ത അവസരത്തിലാണ് റവന്യൂ വകുപ്പ് 18-ാം തീയതി ഒരു ഉത്തരവ് ഇറക്കിയത്. ഇത് മറ്റ് ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഈ ഉത്തരവ് പുനഃസ്ഥാപിക്കും, അല്ലെങ്കിൽ ഉത്തരവ് റദ്ദാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ മുഖ്യമന്ത്രി വന്നിട്ട് തീരുമാനിക്കട്ടെ. കാരണം ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെ ഇതിന്റെ പിന്നിലുണ്ട്. കാരണം ഞാൻ പട്ടയം കൊടുത്ത് മൂന്നാറിലെ CPIക്കും CPM-നാണ്. CPIയുടെ പട്ടയം ഓൾറെഡി റദ്ദ് ചെയ്തു. ഇപ്പൊ CPM-ന്റെ പാർട്ടി ഓഫീസ് മാത്രമേ ഉള്ളൂ. അത് എന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്, അതിന്റെ പിന്നില് അന്വേഷണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവർ റവന്യൂ വകുപ്പ് അടിയന്തരമായിട്ട് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഈ ഉത്തരവിൽ കാണിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളും ശരിയല്ല. കാരണം കണ്ണൻ ഏറ്റെടുത്ത സ്ഥലത്ത് പട്ടയം കൊടുത്തിട്ടില്ല. അത് ജില്ലാ കളക്ടർക്ക് മാത്രമേ അധികാരമുള്ളൂ. അത് ഇപ്പൊ ആ പ്രശ്നം പറയുന്നത് തെറ്റായ ഒരു നടപടിയാണ്. പിന്നെ സർക്കാർ അധികാരപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥന് പട്ടയം കൊടുക്കാൻ അധികാരമുണ്ടെന്ന് ഭൂമിയുടെ ചട്ടങ്ങളിലുണ്ട്. അത് ഈ ഉത്തരവിലും പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരവ് പ്രകാരമാണ് ഞാൻ പട്ടയം കൊടുത്തത്. ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി അംഗീകരിച്ച് നൽകിയ പട്ടയമാണ്. പട്ടയം റദ്ദാക്കുന്നത് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. CPM CPI പട്ടയങ്ങൾ ക്രമപ്പെടുത്താനാണ് ഇപ്പോഴത്തെ നീക്കമെന്നും കോൺഗ്രസ് നേതാവ് ഇബ്രാഹിംകുട്ടി കല്ലാർ ആരോപിച്ചു. CPM-ന്റെയും CPI-യുടെയും ഓഫീസുകളുടെ പട്ടയങ്ങൾ ക്രമപ്പെടുത്താനുള്ള ഒരു ഗൂഢാലോചന ഇതിന്റെ മുമ്പിലുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം കോടികൾ വിലയുള്ള സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങൾ ക്രമപ്പെടുത്താനും മാത്രമുള്ള ഉദ്ദേശത്തോടു കൂടി ഇറക്കിയ ഒരു ഗവൺമെന്റ് ഉത്തരവായിട്ടാണ് ഞങ്ങൾക്ക് ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മേഖലയിലെ ഭൂമാഫിയയുമായിട്ട് CPM-ഉം CPI നേതാക്കളും അനുവർത്തിക്കുന്ന ബന്ധം, ആ ബന്ധങ്ങളുടെ പരിണിതമായിട്ടുള്ള ഫലം കൂടിയാണ് ഇത്തരം ഒരു ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുള്ളത്. 64-ലെ ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ സർക്കാർ ഇത്തരത്തിലുള്ള ഓരോ ജൽപ്പനങ്ങൾ ഇറക്കിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ ഇവിടെ വീണ്ടും ഇത്തരത്തിലുള്ള ഭൂമാഫിയയുടെ നടപടികളും കയ്യേറ്റ കാര്യങ്ങളും ഒക്കെ തുടർന്നു പോകുന്നത് തന്നെയായിരിക്കും ഇതിന്റെ ദുരന്ത ഫലം എന്ന കാര്യം ഒരു സംശയവുമില്ല. അതേസമയം നടപടിയെ ന്യായീകരിക്കുന്ന നിലപാടാണ് CPIയുടേത്. റവന്യൂ മന്ത്രി K. രാജൻ ഈ വിഷയത്തിൽ അല്പസമയത്തിനുള്ളിൽ പ്രതികരിക്കുമെന്നുള്ളതാണ് വിവരം. TG സജിത്ത് ചേരും. സജിത്ത്, ഈ രവീന്ദ്രൻ പട്ടയവുമായി ബന്ധപ്പെട്ട വിവാദം ഇങ്ങനെ കത്തുകയാണ്. മണി നേരത്തെയുള്ള എതിർപ്പുമായി തന്റെ രംഗത്ത് വന്നു കഴിഞ്ഞു. CPIക്കെതിരെയാണ് രവീന്ദ്രന്റെ ആരോപണം. ഇത് മറ്റൊരു തലത്തിലേക്ക് ഈ പോരെത്തുകയാണോ? തീർച്ചയായും പുതിയൊരു തലത്തിലേക്ക് ഇത് എത്തുന്നു എന്നതാണ് സാഹചര്യം. ഇടതുമുന്നണിക്കകത്ത് തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറും. ഇതിന് പുറമെയാണ് ഇതുണ്ടാക്കുന്ന നിയമപ്രശ്നങ്ങളും മറ്റ് നടപടിക്രമങ്ങളും. എന്തായാലും ഈ പട്ടയം റദ്ദ് ചെയ്യപ്പെട്ട നടപടി അത് രാഷ്ട്രീയപരമായി തന്നെ വലിയ നീക്കങ്ങൾ ഉണ്ടാകും. അതിന് പുറമെ തന്നെ അത് വലിയ നിയമപ്രശ്നങ്ങൾക്കും ഇടവച്ചേക്കാം. കാരണം ഈ പട്ടയ ഉടമകൾ നിലവിൽ തന്നെ അത് കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും അതൊരു നിയമപ്രശ്നമായി മാറിയേക്കാം. എന്തായാലും ഈ രവീന്ദ്രൻ പട്ടയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് MI രവീന്ദ്രൻ അനുവദിച്ച പട്ടയങ്ങൾ പലതും വ്യാജമായിരുന്നു. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് പട്ടയം നൽകി തുടങ്ങിയ ആരോപണങ്ങളാണ് അന്നുണ്ടായത്. പിന്നീട് വലിയ സമിതികളെ നിയോഗിക്കുകയും 2019 തന്നെ ഈ പട്ടയങ്ങൾ റദ്ദു ചെയ്യണമെന്ന ശുപാർശ സർക്കാരിന് മുന്നിൽ എത്തിയതാണ്. പക്ഷേ നടപടിക്രമങ്ങൾ നീണ്ടുപോയതാണ്. ഇപ്പോൾ സർക്കാർ ഈ നടപടി തീരുമാനമെടുക്കുന്നതിന്റെ സമയവും വലിയ വിവാദത്തിൽ ഇടവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തില്ല. ഈ സമയം നോക്കി വളരെ തന്ത്രപ്രധാനമായ തീരുമാനം, ഒരു നീക്കം റവന്യൂ വകുപ്പ് നടത്തുന്നു എന്ന ആരോപണവും MI രവീന്ദ്രൻ തന്നെ ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത് ഭരണകക്ഷിയിലെ CPM അടക്കമുള്ളവർ അത് ഏറ്റെടുക്കുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും മന്ത്രിയുടെ പ്രതികരണം അല്പസമയത്തിൽ തന്നെ ഉണ്ടാകും. അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കുക. അതിനുശേഷം റവന്യൂ മന്ത്രി തന്നെ ഈ വിഷയത്തിൽ നിലപാടെടുക്കും. ആ പ്രതികരണം നമുക്ക് കേൾക്കാം. റവന്യൂ മന്ത്രി ഇപ്പോൾ സംസാരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രണ്ട് കാര്യം സംസ്ഥാന ഗവൺമെന്റ് ഉന്നയിച്ച രണ്ട് കാര്യം ദേശീയപാത അതോറിറ്റിക്ക് സമ്മതിക്കേണ്ടി വന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഏതു പ്രശ്നവും
ഇതിന്റെ എല്ലാ ഒരുക്കങ്ങളും നടത്തേണ്ടതും പൂർത്തീകരിക്കേണ്ടതും ദേശീയപാത അതോറിറ്റിയാണ്. തമിഴ്നാടും കേരളവും തമ്മിൽ അതിർത്തി പങ്കുവയ്ക്കുന്ന വഴിയിൽ പോകുന്ന ചരക്ക് ഗതാഗതത്തിന്റെ കൂടി ഇടനാഴി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഫ്യുവൽസും പാചകവാതകങ്ങളും ഒക്കെ ഉൾപ്പെടെ കൊണ്ടുപോകേണ്ട ഒരു വഴിയാണെന്നുള്ളത് കൊണ്ട് ഇതിന്റെ സെക്യൂരിറ്റിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിയാണ്. അതവർ സമ്മതിക്കുകയും ദേശീയപാതയുടെ സുരക്ഷ അവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. രണ്ട് കാര്യം ഈ യോഗത്തിൽ സംസ്ഥാന ഗവൺമെന്റിനോട് ദേശീയപാത അതോറിറ്റിക്ക് സമ്മതിക്കേണ്ടി വന്നു. ഒന്ന്, കുതിരാനുമായി ബന്ധപ്പെട്ടും മണ്ണുത്തി വടക്കുംചേരി റൂട്ടിലെ ഏത് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഇനി തീരുമാനമെടുക്കുമ്പോഴും ബന്ധപ്പെട്ട ജില്ലാ കളക്ടറും സംസ്ഥാന ഗവൺമെന്റും കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ ആ തീരുമാനം എടുക്കുകയും ഔപചാരികമായി പ്രഖ്യാപിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് ദേശീയപാത അതോറിറ്റി സമ്മതിച്ചു. ഇന്നലെ ദേശീയപാത അതോറിറ്റി തന്നെ ഒരു കത്ത് തയ്യാറാക്കി ഇത് തുറക്കാൻ പോവുകയാണ് എന്ന വിവരം കളക്ടറെ അറിയിക്കുകയാണ് ചെയ്തത്. ആ കാര്യത്തിൽ ഞങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസം ബഹുമാനപ്പെട്ട മന്ത്രി രേഖപ്പെടുത്തി. ഞങ്ങളെല്ലാം ആ കാര്യം പറഞ്ഞു. എന്നാൽ ഞങ്ങളൊരു വിവാദത്തിനും ഇക്കാര്യത്തിലില്ല, നമുക്ക് കൂട്ടായ പ്രവർത്തനം പോകേണ്ടതാണ് ശരി എന്ന് മന്ത്രിയും ബഹുമാനപ്പെട്ട അംഗങ്ങളും പറഞ്ഞതനുസരിച്ച് പൊതുവായ ധാരണ ഉണ്ടാക്കി. ഇനി ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഗവൺമെന്റുമായി ആലോചിച്ച് തുടർ നടപടികൾ നടത്തുകയുള്ളൂ എന്ന് ദേശീയപാത അതോറിറ്റി സമ്മതിച്ചു. മറ്റൊന്ന്, ഇന്നത്തെ പത്രങ്ങളിൽ ഉൾപ്പെടെ വന്നതും കുറച്ച് ദിവസങ്ങളായി പറയുന്നതും താൽക്കാലികമായിട്ടെങ്കിലും ടണൽ ഓപ്പൺ ചെയ്താൽ അന്നു മുതൽ തന്നെ ടോൾ പിരിവ് ആരംഭിക്കും എന്നാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സംസ്ഥാന ഗവൺമെന്റ് ദേശീയപാത അതോറിറ്റിയോട് ശക്തമായ നിർദ്ദേശം കൊടുത്തു. ഒരു കാരണവശാലും കരാറിന്റെ വ്യവസ്ഥകൾ അനുസരിക്കാതെ അത് ആരംഭിക്കാൻ കഴിയില്ല എന്ന ഗവൺമെന്റിന്റെ നിർദ്ദേശം അവിടെ അവതരിപ്പിച്ചു. അത് ദേശീയപാത അതോറിറ്റി ഉൾക്കൊണ്ടു. ഇപ്പോൾ ടോൾ പിരിവ് ആരംഭിക്കുന്നില്ലെന്നും ബന്ധപ്പെട്ട ആളുകളുമായി കൂടിയോജിപ്പിച്ച് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് കടക്കുകയുള്ളൂ എന്നും അവർക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കുറച്ച് സമയങ്ങളിലായി നടത്തുന്ന തുടർച്ചയായ മോണിറ്ററിംഗ് പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളെല്ലാം ചേർന്ന് ടീമായി നടത്തുന്ന പ്രവർത്തനങ്ങളും വലിയൊരു വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അപ്പൊ താൽക്കാലികമായി ഇപ്പോൾ ഓപ്പൺ ചെയ്താണ്. ഞങ്ങളൊരു ആശങ്കയില്ലാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. പൂർണ്ണമായ ഓപ്പണിംഗ് നമുക്ക് വഴുക്കുംപാറ മുതൽ ടണലിന്റെ മുഖം വരെയുള്ള റോഡ് സുഗമ സഞ്ചാരത്തിന് വിധേയമായതിനു ശേഷമേ പൂർണ്ണമായി നമുക്ക് തുറക്കാൻ കഴിയൂ. ടണലിനകത്തുള്ള ചെറിയ പണികൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഡൈവർഷനാണ്. സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഞങ്ങൾ വഴികളിലുള്ള സൂചനാ ബോർഡുകൾ ഇല്ലായ്മയുടെയും വെളിച്ചമില്ലായ്മയുടെയും വെള്ളക്കെട്ട് ഉള്ള പ്രശ്നങ്ങൾ കൂടി അവരെ ബോധ്യപ്പെടുത്തി. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞതനുസരിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം ഏപ്രിൽ മാസത്തോടെ പൂർത്തീകരിച്ച് പൂർണ്ണമായും ഇത് തുറന്നു കൊടുക്കാൻ കഴിയും എന്ന അഭിപ്രായമാണ് നടത്തിയത്. എന്തായാലും അക്കാര്യത്തിൽ നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള വിവാദങ്ങൾക്കല്ല കേരളത്തിലെ ഗവൺമെന്റ് ഊന്നൽ നൽകുന്നത്. ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നത് അത് സുഗമമായ കേരളം ഉയർത്തിപ്പിടിക്കുന്ന വികസനം ഉറപ്പുവരുത്തുന്ന കാര്യത്തിലാണ്. അക്കാര്യത്തിൽ സംതൃപ്തകരമായ ഒരു ആലോചനയാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടത്താൻ കഴിയും. തീർച്ചയായിട്ടും അതില് നേരത്തെ ഒന്നാം ടണലിന്റെ തുറക്കലുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, നമുക്കറിയാലോ. അതിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളൊരു സമീപനമുണ്ട്. അതിൽ അനാവശ്യമായി അതിന് മറുപടി പറയാൻ അല്ലെങ്കിൽ അതേ രീതിയിൽ പോകും. പലരും പല രീതിയിലുള്ള പ്രകോപനപരമായ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതേ അർത്ഥത്തിൽ മറുപടി പറഞ്ഞു പോകാനല്ല ഞങ്ങൾ തീരുമാനമെടുത്തത്. ഞങ്ങൾ പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോകലാണ്. ഒന്നാം ടണൽ തുറക്കലിന്റെ വിവാദം ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഒന്നാം ടണൽ തുറക്കാൻ നടത്തിയ കഠിന ശ്രമം പോലെ തന്നെ രണ്ടാം ടണൽ എത്രയും വേഗം തുറക്കാനുള്ള കഠിന ശ്രമം നടത്തുക എന്നതാണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം. അത് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. എല്ലാ ആഴ്ചയിലും ഞാൻ നേരത്തെ ഡേറ്റ് വെച്ച് പറഞ്ഞു, മീറ്റിംഗുകൾ നടന്നു. മന്ത്രി തന്നെ പങ്കെടുത്തു, മന്ത്രിമാർ തന്നെ പങ്കെടുത്തും, ജനപ്രതിനിധികൾ തന്നെ പങ്കെടുത്തും വിവിധ മീറ്റിംഗുകൾ നടന്നു. ഒരു നോഡൽ ഓഫീസർ ഇതിനായി നിശ്ചയിച്ചു. ഇതൊക്കെയായി മുന്നോട്ട് പോയി. അപ്പോ കുതിരാന്റെ മാത്രമല്ല, കേരളത്തിലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏത് പ്രവൃത്തിയിലും ഞങ്ങൾ എടുക്കുന്ന സമീപനം ഇതാണ്. ഈ സമീപനം എടുത്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ടീം വർക്കായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പോയി കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കി. എത്രയോ കാലത്തെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ പരിഹാരത്തിന്റെ അറ്റത്തെത്തി നിൽക്കുന്നത്. കേരളത്തിന്റെ സ്വപ്ന സാഫല്യമാണ്. അത് ആ അർത്ഥത്തിൽ തന്നെ കണ്ട് ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്ത് 2-3 മാസം കൊണ്ട് ഇത് കംപ്ലീറ്റ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തീർത്ത് മുന്നോട്ട് പോകാനാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, രണ്ടാം തുരങ്കം തുറക്കുകയല്ലോ, ഡൈവർഷൻ അല്ലേ? തീർച്ചയായിട്ടും ഇതിൽ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്രങ്ങൾ ഇങ്ങനെ വാർത്ത വരുന്നുണ്ട്. ഇപ്പോ മന്ത്രിമാരായ ഞങ്ങളെ വാർത്ത വായിക്കുന്നുണ്ട്. ഇപ്പൊ ടോൾ പിരിവ് ആരംഭിക്കുന്നുള്ള വാർത്തയുണ്ട്. രണ്ടാം ടണൽ പൂർണ്ണമായി തുറക്കാൻ പോവുകയാണെന്നുള്ള വാർത്തയുണ്ട്. വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. ആ വാർത്തകൾ വരുന്നതിന്റെ
സ്രോതസ്സിനെ കുറിച്ച് പരിശോധിക്കാൻ NHAയോട് പറഞ്ഞിട്ടുണ്ട്. NHA അത് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു കൂടിയാലോചന നല്ലതാണ്. കാരണം കഴിഞ്ഞ 1.5 മാസമായി അവിടെ ട്രാഫിക് ഡൈവേർഷൻ ഉണ്ട്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും അവിടുത്തെ ലോക്സഭാ അംഗവുമായ തൃശൂർ ശ്രീ TN പ്രതാപനും ഉൾപ്പെടെ ഞങ്ങളിവിടെ ഇരുന്ന് യോഗം തീരുമാനിച്ചതിന്റെ ഭാഗമായി അവിടെ പോയി ബ്ലാസ്റ്റിംഗ് നടത്തുമ്പോൾ പ്രശ്നങ്ങളില്ലാതിരിക്കുകയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചതുപോലെ വളരെ മാതൃകാപരമായ പ്രവൃത്തി നടത്തി 1.5 മാസമായി അവിടെ ട്രാഫിക് ഡൈവേർഷനിലൂടെ കാര്യങ്ങൾ നടത്തുന്നു. അത് ജനങ്ങളുടെ കൂടി സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ്. ജനങ്ങളുടെ സഹകരണം വരാൻ കാരണം ജനങ്ങളെ അറിയുന്ന ജനപ്രതിനിധികൾ, ജനനേതാക്കന്മാർ ജനങ്ങളുമായി സംവദിച്ച് അത് അറിയിച്ചതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാനായത് ജനങ്ങളെ കൂടി ഇതിന്റെ ഭാഗമാക്കാൻ വേണ്ടി സാധിച്ചതിന്റെ ഭാഗമായിട്ടാണ്. എന്നാൽ അങ്ങനെയല്ലാത്ത തീരുമാനങ്ങൾ, അടിച്ചേൽപ്പിക്കുന്ന തീരുമാനങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് ചില തീരുമാനങ്ങളോ വന്നാൽ അത് ജനങ്ങൾ കൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട്, ജനങ്ങൾ കൂടി ബോധ്യപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ട്രാഫിക് ഡൈവേർഷൻ പോലുള്ള പ്രശ്നങ്ങൾ അത് അവിടുത്തെ MLA കൂടിയായ നമ്മുടെ മന്ത്രി, ആ ജില്ലയിലെ മന്ത്രിമാർ, ലോക്സഭാ അംഗം, പൊതുമരാമത്ത് വകുപ്പ് എന്നീ നിലയിൽ കൂടി അറിയിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിലും വേറെ വിവാദങ്ങളിലേക്കൊന്നുമില്ല. ഞങ്ങളുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ട് ചെയ്യാവൂ എന്നുള്ളത് അവര് പൂർണ്ണമായി അംഗീകരിച്ചിട്ടുണ്ട്. അത് നാടിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇതിൽ ആരാണ് വലുത്, ആരാണ് ചെറുത്, ആരാണ് ഇതിന്റെ ക്രെഡിറ്റ്, അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയല്ല. ഇത് ഒരു വികസനത്തിന് വേണ്ടിയാണ്, ഒരു നാടിന് വേണ്ടിയിട്ടാണ്. ആ നിലയിൽ സങ്കുചിതമായ ഒരു കാഴ്ചപ്പാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വളരെ വിശാലമായി എല്ലാവരെയും യോജിപ്പിച്ച് നമുക്ക് ഈ ടണൽ, 2ാം ടണൽ കൂടി തുറക്കണം. ഇത്ര മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അല്ല, അത് അവര് പരിശോധിക്കേണ്ട കാര്യം. പക്ഷെ അവര് രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 3 ലക്ഷം കടന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം 3,04,416 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഔദ്യോഗിക കണക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം 9:30 പുറത്തുവിടും. 8 മാസത്തിനു ശേഷം ആദ്യമായാണ് പ്രതിദിന രോഗികളുടെ എണ്ണം 3 ലക്ഷം കടക്കുന്നത്. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വിവരങ്ങൾ. രഞ്ജിത്ത്, രാജ്യത്ത് അതിതീവ്ര കോവിഡ് വ്യാപനം തുടരുകയാണ്. കഴിഞ്ഞ ഡിസംബർ 29-ന് 10,000 താഴെയായിരുന്നു പ്രതിദിന രോഗികളുടെ എണ്ണം. 22 ദിവസം കൊണ്ടാണ് രോഗികളുടെ എണ്ണം 3 ലക്ഷം കടന്നിട്ടുള്ളത്. 2021 മെയ് 15-ന് ശേഷം ആദ്യമായാണ് ഇന്ത്യയിൽ ഇത്രയും അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അധികം പ്രതിദിന രോഗികൾ ഉള്ളത്. 43,697 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കർണാടകയിലും 40,000-ന് മുകളിൽ ആണ് രോഗികളുടെ എണ്ണം, 40,499. തമിഴ്നാട്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലും 20,000-ന് മുകളിൽ രോഗികളെയാണ് പ്രതിദിന കേസുകളായി റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്തെ 6 സംസ്ഥാനങ്ങളിൽ 10,000-ന് മുകളിൽ രോഗികൾ പ്രതിദിനമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രോഗികളുടെ പ്രതിദിന കണക്ക് 3 ലക്ഷം കടന്നിരിക്കുന്നത്. അതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, കോവാക്സിനും കോവിഷീൽഡിനും പൂർണ്ണ വാണിജ്യ അനുമതി നൽകാൻ DCGIയുടെ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. ഭാരത് ബയോടെക്കും സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും നൽകിയ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് സമിതിയുടെ തീരുമാനം. നിലവിൽ അടിയന്തര ഉപയോഗത്തിന് മാത്രമാണ് ഈ വാക്സിനുകൾക്ക് അനുമതിയുള്ളത്. ഒരുപക്ഷെ ഉടൻ തന്നെ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ പൂർണ്ണ വാണിജ്യ അനുമതി നൽകുവാനുള്ള സാധ്യതയുമുണ്ട്. ശരി. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണം സംബന്ധിച്ച് അന്തിമ റിപ്പോർട്ട് അന്വേഷണ സംഘം ഇന്ന് വിചാരണ കോടതിയിൽ സമർപ്പിക്കും. മുഖ്യപ്രതി പൾസർ സുനിയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഹർജിയിലും വിധി പറയും. കേസിൽ പുതിയ പ്രോസിക്യൂട്ടറെ നിയമിച്ചു. നിലവിൽ പ്രോസിക്യൂഷൻ അഭിഭാഷക സംഘത്തിലെ അംഗമായ KB സുനിൽകുമാറാണ് പുതിയ പ്രോസിക്യൂട്ടർ. നടി ആക്രമിച്ച കേസിൽ തുടരന്വേഷണം പൂർത്തിയാക്കാൻ പ്രത്യേക വിചാരണ കോടതി അനുവദിച്ച സമയത്താണ് കേസിന്റെ ഗതിയെ തന്നെ നിർണയിക്കുന്ന പല സുപ്രധാന കാര്യങ്ങളും നടന്നത്. കേസിൽ കൂടുതൽ സാക്ഷികളെ വിസ്തരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത് ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അന്വേഷണ സംഘത്തിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു ഹൈക്കോടതി അനുവദിച്ചത്. വെളിപ്പെടുത്തലുകൾ നടത്തിയ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴിയും കോടതി രേഖപ്പെടുത്തി. ദിലീപിനെ 1-ാം പ്രതിയാക്കി ഗൂഢാലോചന കേസ് രജിസ്റ്റർ ചെയ്തു ക്രൈംബ്രാഞ്ച്. ഈ കേസിൽ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി പരിശോധിക്കണമെന്ന് ഹൈക്കോടതി തന്നെ ജാമ്യം പരിഗണിക്കുമ്പോൾ നേരിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ദിലീപിന്റെയും അനുജന്റെയും സുഹൃത്തുക്കളുടെയുമെല്ലാം വീടുകളിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധനയിൽ ഹാർഡ് ഡിസ്കുകളും മൊബൈൽ ഫോണുകളും മറ്റു രേഖകളും പിടിച്ചെടുത്തു. ഇതിന്റെയെല്ലാം പരിശോധനയും പുരോഗമിക്കുകയാണ്.
കേസിൽ നിർണായകമാകുന്ന പല തെളിവുകളും കണ്ടെടുക്കുകയാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പക്ഷം. ഇവർ ഇത് കോടതിയിൽ റിപ്പോർട്ടായി സമർപ്പിച്ച ശേഷം കൂടുതൽ സമയം അന്വേഷണത്തിന് ആവശ്യപ്പെടാനാണ് സാധ്യത. പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് പൾസർ സുനിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച അപേക്ഷയിലും ഇന്ന് വിധിയുണ്ടാകും. ന്യൂസ് 18 കൊച്ചി. പുതിയ തലമുറയ്ക്ക് എപ്പോഴും മുമ്പേ നടന്നവർ വലിയ പ്രചോദനമാണ് പകരുക. ഓരോ വിജയത്തിന്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും പിന്നിൽ ഇങ്ങനെ വഴികാട്ടികളായ ചിലരുണ്ടാകും. രാജ്യമെങ്ങുമുള്ള കൊച്ചുമിടുക്കരെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുകയാണ് ന്യൂസ് 18 ബൈജൂസ് യങ് ജീനിയസ് സീസൺ 2 ആ മിടുക്കർക്ക് ലക്ഷ്യം പകർന്നു നൽകുന്നതിൽ പ്രചോദനമായ ചില മഹാപ്രതിഭകളുണ്ട്. അവരെയും ഞങ്ങൾ ഈ വേദിയിലേക്ക് എത്തിക്കുന്നു. ഈ ആഴ്ച ബൈജൂസ് യങ് ജീനിയസ് അതിഥിയായെത്തുന്നത് ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവനാണ്. Please welcome Padmasri Sri Shankar Mahadevan. Aha! Jai Ho Gurudev. Hello. Jai Ho. Hello, namaste. How are you? Well, sir, how are you? So nice to see you. എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും വിനീതമായിട്ടുള്ള ഒരു അപേക്ഷയുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു രാഗമുണ്ട്, ദേശ് രാഗം. അതിലെന്തെങ്കിലും ഒന്ന് പാടി കേൾപ്പിക്കൂ. ശരി, പാടിക്കോളൂ. I'll just follow you. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതലാം സസ്യശ്യാമലാം മാതരം മാതരം ശുഭ്രജ്യോത്സ്ന പുലകിതയാമിനി ഫുല്ലകുസുമിത ദ്രുമധല ശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം. ജയതു ജയ ജയ താങ്ക് യു. Fantastic. എന്തൊരു മനോഹരമായ കോമ്പോസിഷനാ. മൈ ഗോഡ്. അഞ്ചു സംസ്ഥാനങ്ങളിൽ ഇഞ്ചോടിഞ്ച്. ഉത്തർപ്രദേശിൽ മന്ത്രിമാരുടെ ഉൾപ്പെടെ കൂറുമാറ്റത്തിലൂടെ ഉണ്ടായ ക്ഷീണം അപർണ യാദവിന്റെ വരവിലൂടെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് BJP. മുലായം സിംഗ് യാദവിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ BJPയിലേക്ക് ചേക്കേറിയത് സമാജ്വാദി പാർട്ടിക്കും തിരിച്ചടിയായിരിക്കുകയാണ്. ഇതിനിടെ പ്രധാനമന്ത്രി അടക്കം 30 പേരെ ഉൾപ്പെടുത്തി ഉത്തർപ്രദേശിലെ താരപ്രചാരകരെ BJP പ്രഖ്യാപിച്ചു.